मनमोहन सिंह जी की सरकार ने कहा था कि संपत्ति पर पहला अधिकार मुसलमानों का है। पूर्व प्रधानमंत्री मनमोहन सिंह ने क्या कभी कहा था कि देश के संसाधनों पर एक ही समुदाय का हक है? हमने तथ्य जांचे तो ये दावा गलत लगा। അല്ല, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഈ മൻമോഹൻ സിംഗിന്റെ ചെരുപ്പിന്റെ വാറഴിക്കാനുള്ള യോഗ്യത നരേന്ദ്രമോദിക്കുണ്ടോ, അല്ലെങ്കിൽ ഈ സംഘപരിവാറിനുണ്ടോ? നിങ്ങൾ തന്നെ പറ, എന്താണ് നരേന്ദ്രമോദിയുടെ യോഗ്യത മൻമോഹൻ സിംഗിനെ കുറിച്ച് പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടി? മൻമോഹൻ സിംഗ് ആരാണ്? ഈ പ്രച്ഛന്ന വേഷക്കാരൻ ആരാണ്? ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, പ്രതീക്ഷിച്ച വിജയവും സീറ്റുകളും കിട്ടില്ലെന്ന ഭീതി ഉള്ളിൽ വന്നതോടെ സംഘപരിവാറും BJPയും എന്തിനേറെ പറയുന്നു, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരെ വെപ്രാളം പിടിച്ച് ഓടി നടക്കുകയാണ് നാട് മുഴുവൻ. എവിടെ വർഗീയത പറയണം, എവിടെ ഭിന്നിപ്പുണ്ടാക്കണം, എത്ര ഭിന്നിപ്പുണ്ടാക്കണം, എങ്ങനെ മനുഷ്യരെ തമ്മിൽ തല്ലിക്കണം, എങ്ങനെ മനുഷ്യരെ തമ്മിൽ തെറ്റിക്കണം, എവിടെ വിദ്വേഷം പറയണം എന്നെല്ലാം ഓർത്ത് എല്ലാവരും നാല് വഴിക്ക് ഓടി നടക്കുകയാണ്. അവർക്കറിയാം, അവർ വികസനം പറഞ്ഞാലോ നന്മ പറഞ്ഞാലോ അവരുടെ പെട്ടിയിൽ വോട്ട് വീഴില്ല. അവർക്ക് വോട്ട് കിട്ടണമെങ്കിൽ അവർ എന്ത് ചെയ്യണം? വർഗീയത പറയണം, വിദ്വേഷം പ്രചരിപ്പിക്കണം, അപരവൽക്കരണം നടത്തണം, മുസ്ലിങ്ങളെ രണ്ടാംകിട പൗരന്മാരാണെന്ന് പറയണം. എല്ലാം തികഞ്ഞ മര്യാദ പുരുഷോത്തമനെന്ന് മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങളും അനുചരന്മാരും നിരന്തരം വാഴ്ത്തി പാടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഒരു വർഗീയ പ്രസംഗമാണ് നിങ്ങൾ കണ്ടത്. ഇന്നലെയാണ്, രാജസ്ഥാനിലാണ് സംഭവം. തെരഞ്ഞെടുപ്പ് റാലിയായിരുന്നു. കടുത്ത വർഗീയ പരാമർശമാണ് നടത്തിയത്. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ രാജ്യത്തിന്റെ സമ്പത്ത് മുസ്ലിങ്ങൾക്ക് നൽകുമെന്ന് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചു പറയുകയാണ്. ജനാധിപത്യ രാജ്യത്തെ സംഘപരിവാറിന്റെ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ കാലങ്ങളായി ഒഴുകി പരന്നുകൊണ്ടിരിക്കുന്ന ഒരു നുണയാണ് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഇന്നലെ ഏറ്റുപറഞ്ഞത്. മൻമോഹൻ സിംഗ് പറഞ്ഞേ എന്ന് പറഞ്ഞ് കാലാകാലങ്ങളായി സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന വളച്ചൊടിച്ച ഒരു പച്ച കള്ളമുണ്ട്. മൻമോഹൻ സിംഗ് പറഞ്ഞതാണത്രേ ഇത്. മൻമോഹൻ സിംഗ് പറഞ്ഞു അത്രേ, രാജ്യത്തിന്റെ സമ്പത്തിലെ ഏറ്റവും അധികം വരുന്ന അവകാശമുള്ളത് മുസ്ലിങ്ങൾക്കാണെന്ന്. അവർ ഈ സമ്പത്ത് വിതരണം ചെയ്യുന്നത് കൂടുതൽ കുട്ടികളുള്ളവർക്കായിരിക്കുമെന്ന്, നുഴഞ്ഞു കയറിയവർക്കായിരിക്കുമെന്ന്. നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം ഈ നുഴഞ്ഞു കയറിയവർക്ക് നൽകണോ? നിങ്ങൾക്കതിന് സമ്മതമാണോ എന്നാണ് ഒരു പ്രധാനമന്ത്രി രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് വിളിച്ചു ചോദിക്കുന്നത്. എന്തൊരു വർഗീയതയാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്ക്. എന്തൊരു അപരവൽക്കരണമാണ്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാണ് പോലും, വിശ്വഗുരുവാണ് പോലും, സന്യാസിയാണ് പോലും. ഇന്നലെ പോലും നമ്മുടെ മലയാളം ചാനലായ ഏഷ്യാനെറ്റിന് നൽകിയ അഭിമുഖത്തിൽ പോലും പുള്ളി പറയുന്നുണ്ട്, എല്ലാവരെയും തുല്യരായി കാണുന്നു, വികസനത്തിന് വേണ്ടി നിൽക്കുന്നു, നന്മയ്ക്ക് വേണ്ടി നിൽക്കുന്നു, പാവപ്പെട്ടവനൊപ്പം നിൽക്കുന്നു എന്ന്. യഥാർത്ഥ ഉള്ളിലിരിപ്പ് ഒരു ദിവസം കൊണ്ട് തന്നെ പുറത്തു വന്നത് കണ്ടോ? ശരിക്കും വിചാരധാരയിൽ പറയുന്നത് തന്നെയാണ് ഇവരുടെ പ്രത്യയശാസ്ത്രവും വിശ്വാസവും. ആഭ്യന്തര ശത്രുക്കൾ മുസ്ലിം, ക്രിസ്ത്യൻ, കമ്മ്യൂണിസ്റ്റുകാർ. മോദിയുടെ പ്രസംഗം നമുക്ക് മുഴുവനായി ഒന്ന് കാണാം. और पहले जब उनकी सरकार थी, उन्होंने कहा था कि देश की संपत्ति पर पहला अधिकार मुसलमानों का है. इसका मतलब ये संपत्ति इकट्ठी करके किसको बांटेंगे? जिनके ज्यादा बच्चे हैं उनको बांटेंगे. घुसपैठियों को बांटेंगे. क्या आपकी मेहनत की कमाई का पैसा घुसपैठियों को दिया जाएगा? आपको मंजूर है ये? നമ്മൾ തന്നെ ഈ ഒരു വിഷയത്തിൽ എത്രയോ ഫാക്ട് ചെക്ക് നടത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്ക് വീണ്ടും ചെയ്യാം, കാരണം ഇവര് നമ്മളെ കൊണ്ട് വീണ്ടും ചെയ്യിപ്പിക്കുകയാണ്. 2006 നാഷണൽ ഡെവലപ്മെന്റ് കൗൺസിലിംഗിന്റെ ഒരു മീറ്റിംഗ് നടക്കുന്നു. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ്. അദ്ദേഹം പ്രസംഗിക്കുകയാണ്. Our collective priorities are clear. Agriculture, irrigation and water resources, health, education, critical investment in rural infrastructure and the essential public investment needs of general infrastructure, along with programs for the uplift of scheduled castes, scheduled tribes, other backward classes, minorities and women and children. The component plans for scheduled castes and scheduled tribes will need to be revitalized. We will have to devise innovative plans to ensure that minorities, particularly the Muslim minority, are empowered to share equitably in the fruits of development. They must have the first claim
on our resources. അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വളരെ ഭംഗിയായി ദി ഫോർത്ത് മലയാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ന്യൂനപക്ഷങ്ങളെ ശാക്തീകരിക്കുന്നതിൽ ഊന്നൽ നൽകണമെന്നും വികസനത്തിന്റെ ഗുണം അവരിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്നും അവർക്ക് രാജ്യത്തിന്റെ വിഭവങ്ങളിൽ ആദ്യത്തെ അവകാശം ഉണ്ടാകണമെന്നുമാണ് മൻമോഹൻ സിംഗ് പറയുന്നത്. വളരെ നന്നായിട്ട് ഫോർത്ത് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആയതുകൊണ്ട് ഞാനത് ഇവിടെ ആഡ് ചെയ്യാം. ഫോർത്തിന്റെ ഒറിജിനൽ വീഡിയോയുടെ ലിങ്ക് ഞാനിടാം, നിങ്ങൾക്ക് പോയി മുഴുവൻ കാണാം. വിവിധ മേഖലകളിലെ പദ്ധതികളുടെ ഗുണഭോക്താക്കളാകേണ്ടവരുടെ മുൻഗണനാ ലിസ്റ്റിൽ SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ എന്നിവരായിരിക്കണം. ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം വിഭാഗത്തിന്റെ ഉന്നമനത്തിന് ഇവിടെയുള്ള വികസനത്തിന്റെ ആനുപാതിക പങ്ക് ഉറപ്പാക്കണം. അവർക്കാണ് ഈ വിഭവങ്ങളുടെ ആദ്യ പങ്ക് ലഭിക്കേണ്ടത് എന്നായിരുന്നു. ഇതിൽ അവർക്കാണ് വിഭവങ്ങളുടെ ആദ്യ പങ്ക് എന്ന പരാമർശത്തിലെ അവർ എന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെതാണെന്ന് തെറ്റായി വ്യാഖ്യാനിച്ചുള്ള റിപ്പോർട്ടുകളാണ് അന്ന് ചില മാധ്യമങ്ങൾ നൽകിയത്. ഇതിൽ അന്ന് തന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വിശദീകരണവും നൽകിയതാണ്. അവർ എന്നാൽ അത് SC, ST, OBC, ന്യൂനപക്ഷങ്ങൾ, സ്ത്രീകൾ, കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാ വിഭാഗവുമെന്നാണ് ഉദ്ദേശിച്ചത്. അന്ന് വിശദീകരണം നൽകിയ വിഷയം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് മോദി വീണ്ടും ഉയർത്തി തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാജ്യത്തിന്റെ സമ്പത്തിന്റെ പ്രധാന അവകാശി മുസ്ലിങ്ങളാണെന്ന് മൻമോഹൻ സിംഗിന്റെ സർക്കാർ പറഞ്ഞുവെന്ന് കള്ളം പറയുകയാണ് മോദി. എന്തുകൊണ്ടായിരിക്കും ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തന്നെ നേരിട്ടിറങ്ങി വാട്സാപ്പ് നുണകൾ ഇത്തരത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? 400 സീറ്റ് കിട്ടും, 400 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞു നടക്കുമ്പോഴും പരാജയ ഭീതി എന്ന് പറയുന്നത് അതിഭയങ്കരമായി BJPക്കുണ്ട്. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിച്ച വിജയമുണ്ടാകില്ലെന്ന് അവർ ഭയപ്പെടുകയാണ്. വർഗീയത വിതച്ച്, വെറുപ്പ് വിതച്ചുകൊണ്ട് വിജയം കൊയ്യാനുള്ള അവസാന ശ്രമമാണ് നമ്മൾ ഈ കാണുന്ന വൃത്തികേട് പറച്ചിലൊക്കെ. ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത് 16 സംസ്ഥാനങ്ങളിൽ 5 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും മൊത്തമായി പരന്നു കിടക്കുന്ന 106 മണ്ഡലങ്ങളുടെ വിധിയാണ് ഇക്കഴിഞ്ഞ ദിവസം നിശ്ചയിച്ചത്. 102 മണ്ഡലങ്ങളിലായി 1625 സ്ഥാനാർത്ഥികൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ആദ്യഘട്ടത്തിൽ വോട്ടിംഗ് ശതമാനം എന്ന് പറയുന്നത് വളരെ കുറവായിരുന്നു. അത് BJPയെ അതിഭയങ്കരമായിട്ട് ഭയപ്പെടുത്തുന്നുണ്ട്. കഴിഞ്ഞ തവണ 2019 വോട്ടിംഗ് ശതമാനത്തെക്കാൾ 5% വ്യത്യാസമാണ് കാണുന്നത്. മാധ്യമ വാർത്തകളാണെങ്കിൽ മോദി തരംഗമില്ലാതെ ഒന്നാം ഘട്ട വോട്ടിംഗ് എന്നാണ് മിക്കവാറും മാധ്യമങ്ങളിലൊക്കെ ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട് വന്നത്. തമിഴ്നാട് BJPക്ക് സീറ്റിന്റെ യാതൊരു പ്രതീക്ഷയുമില്ല. കേരളത്തിലില്ല, ഘട്ടം വോട്ട് കഴിഞ്ഞിട്ടില്ല. പശ്ചിമ ബംഗാളിലില്ല, BJPയുടെ സീറ്റ് അവിടെ നഷ്ടപ്പെട്ടേക്കാം. രാജസ്ഥാനിൽ ടൈറ്റ് ഫൈറ്റ് നടക്കുകയാണ്. ബീഹാറിൽ കടുത്ത പേടി. മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, മണിപ്പൂരിനെ പേടിക്കാതിരിക്കുമോ? ഉത്തർപ്രദേശ് എന്താകുമെന്ന ആശങ്ക. ഇത്തരത്തിൽ ഓരോ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളെ കുറിച്ചും ഭയന്ന് പ്രാന്തെടുത്ത് ഓടി നടക്കുകയാണ് ഇപ്പോൾ BJP. ഇന്ത്യ മുന്നണി എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിക്കുക എന്നുള്ള അതിഭയങ്കരമായ ആശങ്കയും പേടിയും. അപ്പൊ പിന്നെ എന്താണ് ഇവന്മാർക്ക് ആകെ അറിയാവുന്ന പണി? എന്താണ്? ഒന്നാമത്തെ പണി നെഹ്റുവിനെ കുറ്റം പറയുക. ഇപ്പൊ മൻമോഹൻ സിംഗിനെയും കുറ്റം പറയാൻ തുടങ്ങി. രണ്ടാമത്തെ പണി എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും നിരന്തരം പരിഹസിച്ചുകൊണ്ടേയിരിക്കുക, പുച്ഛിക്കുക. മുസ്ലിങ്ങളെ ഓരോന്ന് പറയുക, ന്യൂനപക്ഷങ്ങളെ ഓരോന്ന് പറയുക. രാമക്ഷേത്ര അടിപൊളിയല്ലേ, ഞങ്ങളുടെ വികസനമല്ലേ എന്ന് ചോദിക്കുക. വേറെ എന്ത് പണിയാണ് ഇവന്മാർക്ക് അറിയാവുന്ന? ഒരു പണിയും കൂടി അറിയാട്ടോ. BJPയുടെ IT സെൽ ഉണ്ടാക്കി വിടുന്ന പച്ചനുണകളല്ല, കാവി നുണകൾ വാട്സാപ്പുകളിൽ ഒഴുക്കുക. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, അവിടെ നിന്ന് ഇങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക. അത് പ്രധാനമന്ത്രിയുടെ വാട്സാപ്പിലേക്ക് ഫോർവേഡ് ചെയ്യുക. അദ്ദേഹം അത് പ്രസംഗമായി പറയുക. അതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓരോ വോട്ടും വിലപ്പെട്ടതാണ്. സൂക്ഷിച്ച് വോട്ട് ചെയ്യുക. നാടിനായി, നാട്ടുകാർക്കായി, നമ്മുടെ ഭരണഘടനയ്ക്കായി, നമ്മുടെ ഭരണഘടന നിലനിൽക്കാനായി, സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി, രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടാൻ ജീവൻ ത്യജിച്ച അനേകം മനുഷ്യരുടെ ആത്മാവിനോട് നീതി പുലർത്താനായി BJPക്ക് എതിരായി തന്നെ വോട്ട് ചെയ്യുക. നാടിനെ, ഇന്ത്യയെ വീണ്ടെടുക്കുക. ജയ് ഹിന്ദ്.